ഒടുവിൽ ആ ദിവസം വന്നെത്തി. വർഷങ്ങളായി തങ്ങൾ പഠിച്ച അഭ്യാസം പുറം ലോകത്തെ കാണിക്കുവാനുള്ള ദിവസം. രാജകൊട്ടാരത്തിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പാണ്ഡവരും കൗരവരും ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഹസ്തിനപുരിയിലെ പൗരന്മാർ വൻതോതിൽ കൊട്ടാരത്തിന് മുൻപിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ആവേശവും പ്രതീക്ഷയും നിറഞ്ഞിരിക്കുകയാണ്. കുരു രാജവംശത്തിന്റെ ഭാവി സംരക്ഷകരുടെ കഴിവുകൾ കാണാൻ ഭീഷ്മരും വിതുരരും ധൃതരാഷ്ട്രരും സന്നിഹിതരായിരുന്നു. ഈ യുവരാജാക്കന്മാർ വെറും വിദ്യാർത്ഥികളല്ല, അവർ ഈ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ വിധിക്കപ്പെട്ട യോദ്ധാക്കളാണ്. ദ്രോണാചാര്യർ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. ആദ്യം വന്നത് ഭീമനും ദുര്യോധനനുമാണ്. ഗദയുടെ വൈദഗ്ധ്യമാണ് അവർ പ്രകടിപ്പിച്ചത്. ദുര്യോധനന്റെ മനസ്സിൽ ഭീമനോടുള്ള അടങ്ങാത്ത ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കാട്ടിൽ നിന്നും തിരിച്ചു വന്ന് തന്നെ കയ്യേറ്റം ചെയ്തതും കർണനെ പുറത്താക്കിയതുമെല്ലാം ദുര്യോധനന്റെ മനസ്സിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. രണ്ട് യോദ്ധാക്കൾ ഏറ്റുമുട്ടിയപ്പോൾ ജനക്കൂട്ടം അലറി. അവരുടെ ഗദകൾ അടിക്കുമ്പോൾ തീപ്പൊരികൾ പറന്നു. അവരുടെ കാൽ കീഴിൽ നിലം വിറച്ചു. ഭീമന്റെ മൃഗീയ ശക്തി കാഴ്ചക്കാരനെ കീഴ്പ്പെടുത്തിയപ്പോൾ ദുര്യോധനന്റെ സൂക്ഷ്മതയും പ്രശംസ പിടിച്ചുപറ്റി. മത്സരം സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചു. പക്ഷേ ഇരുവരും തമ്മിലുള്ള പിരിമുറുക്കം അവസാനിച്ചിരുന്നില്ല. അത് വരാനിരിക്കുന്ന സംഘർഷങ്ങളുടെ മുന്നോടിയായിരുന്നു. പ്രകടനം പുരോഗമിക്കുമ്പോൾ ദ്രോണാചാര്യർ പുതിയ ഒരാളെ പരിചയപ്പെടുത്തി. ഇതാ ഈ തലമുറയിലെ ഏറ്റവും വലിയ വില്ലാളി അർജുനൻ.